ഇന്നപ്പോൾ പതിവ് പോലെ തന്നെ ക്ലാസ്സുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കോളേജിൽ ഇതൊരു ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ കേക്കൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകാൻ പോയി വന്നപ്പോൾ ഒരാൾ പ്രതീക്ഷിക്കാണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്നു കേട്ടോ. നമ്മുടെ ശില്പിച്ച് കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ വരെ ഞാൻ ആൾക്ക് മെസ്സേജ് ചെയ്തതാട്ടോ. പക്ഷേ വരണ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസമായി. അപ്പോൾ ആളെ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടാക്കി. ഭയങ്കര സന്തോഷമായിട്ട് ആളെ കണ്ടപ്പോഴും അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയപ്പോഴും ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ ക്ലാസ്സിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിന്ന് DTDC വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയല്ലോ. അപ്പോൾ ആ ചേട്ടനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെക്കാനുള്ള ജ്വല്ലറിയൊക്കെ നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ പോയി ഒപ്പിട്ട് മേടിച്ചു. പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ്. വന്ന വഴി ഞാൻ ആദ്യം തന്നെ നമുക്ക് ശില്പിച്ച് തന്ന ഗിഫ്റ്റായിട്ട് തുറന്നു നോക്കിയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുപ്പികളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ പുള്ളിക്കാരിക്ക് കുപ്പികളൊക്കെ മേടിച്ച് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അമ്മയാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ബ്രൂണോയും കൂടി പഴംപൊരിയൊക്കെ കൂട്ടി ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഓക്കെ, ബായ്.